കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വിവിധ ഇനം പദ്ധതികളിൽ നിന്നും 500 കോടി രൂപ ഇടതുപക്ഷ സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസ് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടുവാരി ദൂർത്തടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം നാരായണസ്വാമി ആവശ്യപ്പെട്ടു. 3 വർഷക്കാലമായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലംസം ഗ്രാന്റ്, സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ എന്നിവ നൽകാത്തതുമൂലം വിദ്യാർത്ഥികളുടെ പഠനം പോലും ഉപേക്ഷിച്ചു പോകേണ്ടുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് എം നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. പട്ടിക വിഭാഗക്കാരുടെ ഫണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ വിവിധ 20 പദ്ധതികളിലായിട്ട് 500 കോടി രൂപയോളം വെട്ടിച്ചുരുക്കിയിരിക്കുക. അപ്പോൾ ആയതുകൊണ്ട് ഈ പട്ടിക വിഭാഗക്കാർ പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളാണ്. അവരുടെ ഫണ്ട് പോലും വിവിധ പദ്ധതികളിൽ നിന്ന് 500 കോടി രൂപ വെട്ടിച്ചുരുക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എല്ലാ ഭാരതീയ ദളിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ 14 ജില്ലാ കമ്മിറ്റികളും ഇന്ന് പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലയിലെയും ഭാരതീയ ദളിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ ഈ പരിപാടി പന്തം കൊളുത്തി പ്രകടനം നടന്നത്. അത് ഈ വിവിധ തലങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 4 വർഷമായി കൊടുത്തിട്ടില്ല. സ്കോളർഷിപ്പുകൾ, ലാപ്സം ഗ്രാൻറ്റ്, അതുപോലെ ഫെലോഷിപ്പുകൾ, അങ്ങനെ പല പദ്ധതികളും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട്, സ്ഥലം എന്നിവ നൽകാമെന്ന് പറഞ്ഞ് 2020 മുതൽ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ സർക്കാർ നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നൽകാമെന്ന് പറഞ്ഞിട്ട് 4 വർഷക്കാലമായി ഒരാൾക്കും വീട് ഇതുവരെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ, പട്ടികജാതിക്കാരുടെ പദ്ധതികളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ, ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വം ആവശ്യപ്പെടുന്നത്. യോഗത്തിൽ എസ് കൃഷ്ണകുമാർ, എം രാജേഷ്, കെ പൊന്നപ്പൻ, വിജയൻ ഓടന്നൂർ, വിജയദാസ് മങ്കര, ആർ മണി, അയ്യപ്പൻ കണ്ണദാസ്, ദിലീപ് മാത്തൂർ, സുബ്രഹ്മണ്യൻ, വി ഓമന, ശാന്തി, ശ്രീദേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.